എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുകയാണ്. വീണ്ടും ഒരു പ്രഭാതം കണ്ടുണരുവാൻ പരിശുദ്ധനായ കർത്താവ് ഇന്ന് രാവിലെ നമ്മെ സഹായിച്ചത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2023 വളരെ വേഗത്തിൽ നമ്മെ വിട്ടു പോവുകയാണ്. ഈ അവസാന മാസത്തിലെ അവസാന ചില നാളുകളിലൂടെ ജീവിച്ചിരിപ്പാൻ തക്കവണ്ണം, സഞ്ചരിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് അവസരം നൽകിയതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് പ്രഭാതത്തിലെ വചന ധ്യാനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നാം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം കടന്നു പോവുകയാണ്. ആധാരവാക്യമായി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 24 1 വാക്യമാണ്. നഷ്ടപ്പെടുത്തി കളഞ്ഞ അവസരങ്ങൾ എന്ന തലക്കെട്ടോടുകൂടി ഈ ചിന്തയെ ഞാൻ നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുകയാണ്. 5 നാൾ കഴിഞ്ഞ ശേഷം മഹാപുരോഹിതനായ അനന്യാസ് മൂപ്പന്മാരോടും തെർത്തുല്ലോസ് എന്ന ഒരു വ്യവഹാരജ്ഞനോടും കൂടി വന്നു പൗലോസിന്റെ നേരെ ദേശാധിപതിയുടെ മുൻപാകെ അന്യായം ബോധിപ്പിച്ചു എന്ന് തിരുവെഴുത്തുകൾ പറയുകയാണ്. ഇന്ന് നാം മഹാപുരോഹിതനായ അനന്യാസിനെ കുറിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. വലിയൊരു പദവിയാണ് പരിശുദ്ധനായ ദൈവം ഈ മനുഷ്യന് കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായത്. ദൈവജനത്തിന്റെ മഹാപുരോഹിതൻ ആയിരിക്കുക, അതിൽ പരം മറ്റെന്ത് വലിയൊരു പദവിയാണ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് അലങ്കരിക്കുവാൻ തക്കവണ്ണം സാധിക്കുക. അപ്രകാരം മഹത്വകരമായ, വളരെ ഉത്തരവാദിത്വമുള്ള, ദൈവത്തോട് എപ്പോഴും ഈടാർന്ന ബന്ധത്തിന് അവസരമുള്ള ഒരു പദവിയാണ് ദൈവം അന്യാസ് എന്ന മനുഷ്യന് നൽകുവാൻ തക്കവണ്ണം ഇടയായത്. ഈ മനുഷ്യനെ കുറിച്ച് ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ നമ്മോട് ചില കാര്യങ്ങൾ പറയുകയാണ്. അദ്ദേഹത്തിന് ലഭ്യമായ ഈ ഭാഗ്യകരമായ അവസരത്തെ അദ്ദേഹം നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നതാണ് ഇന്നത്തെ നമ്മുടെ യഥാർത്ഥമായ ചിന്താ വിഷയം. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 23, 24 അധ്യായങ്ങളിൽ ഒരു പരീക്ഷ പ്രമാണിയും സംഘിദ്രൻ സംഘത്തിലെ അംഗവുമായിരുന്ന ശൗല് പൗലോസായി മാറുകയും ആ സാക്ഷ്യം നിമിത്തം പിടിക്കപ്പെട്ടവനായി ഇപ്രകാരം വ്യവഹാരത്തിന് അല്ലെങ്കിൽ ന്യായാധിപന്മാരുടെ അടുക്കൽ വ്യവഹരിക്കപ്പെടേണ്ടതിനായിട്ട് ആനയിക്കപ്പെട്ടിരിക്കുകയും ചെയ്യുകയാണ്. അവൻ യേശുക്രിസ്തുവിനെ അനുഗമിച്ചു എന്ന കാരണത്താൽ പിടിക്കപ്പെടുകയും ഇവിടെ നെതിബയോസിന്റെ മകനും യഹൂദ മഹാപുരോഹിതനുമായിരുന്ന അനന്യാസ് അവനെ നേരിടുന്നതായിട്ട് കാണുകയാണ്. അനന്യാസ് എന്ന പേരിന്റെ അർത്ഥം നമ്മൾ പരിശോധിച്ചാൽ ദൈവം കരുണയുള്ളവൻ എന്നാണ് ആ പേരിന്റെ അർത്ഥം. എന്നാൽ തന്റെ പേര് അനർത്ഥമാക്കുന്ന വിധത്തിൽ ഒരു കരുണയും ഈ മനുഷ്യന് ഉണ്ടായിരുന്നില്ല. ദൈവം കരുണയുള്ളവനാണ്, എന്നാൽ അനന്യാസ് കരുണയുള്ളവനായിരുന്നില്ല എന്ന് നമ്മെ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നു. അവനെ അപ്പോസ്തലനായി പൗലോസ് വിളിച്ചത് വെള്ള തേച്ച ചുവയെ എന്നായിരുന്നു. അതായത് പുറമേ കാണാൻ ഭക്തനും എന്നാൽ അകമേ ദുഷ്ടനും എന്ന നിലയ്ക്ക് ഒരു വിളിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ് അവനെ വിളിപ്പാൻ തക്കവണ്ണം ഇടയായത്. അപ്രകാരം വിളിപ്പാൻ ഇടയായ ഉടൻ തന്നെ അവന്റെ വായ്ക്ക് അടിക്ക എന്ന് ആക്രോശിച്ച മഹാപുരോഹിതൻ അവന്റെ അധികാരത്താൽ പടയാളികളെ കൊണ്ട് പൗലോസിനെ അടിപ്പിക്കുകയും ചെയ്തു എന്ന് നമ്മെ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുകയാണ്. അവന് വിചാരണ ചെയ്യുവാൻ തക്കവണ്ണം ഗവർണറായിരുന്ന ഫെലിക്സിനോട് അനന്യാസ് നിർദ്ദേശിക്കുകയായിരുന്നു. അങ്ങനെ ഈ മഹാപുരോഹിതന് യാതൊരു കരുണയുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ഒരു ശുശ്രൂഷകൻ ആയിരിക്കേണ്ടി മറ്റുള്ളവരെ സേവിക്കുന്ന, ദൈവത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന, ദൈവത്തിന് വേണ്ടി പ്രതിപുരുഷനായിരിക്കുവാൻ വിളിക്കപ്പെട്ട ഒരു അനന്യാസ് കരുണയില്ലാത്ത, ദൈവത്തിന് വേണ്ടി പ്രവൃത്തികൾ ചെയ്യുവാൻ മടി കാണിക്കുക, തന്നിഷ്ടപ്രകാരം തന്റെ താല്പര്യങ്ങൾക്കൊത്തവണ്ണം സ്വാർത്ഥനായി ജീവിക്കുവാൻ തക്കവണ്ണം തീരുമാനിക്കുകയായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് നാം കൂടുതൽ പഠിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ അനന്യാസ് വാസ്തവത്തിൽ ഒരു ആക്രമണകാരിയും ഒരു ധിക്കാരിയും തീറ്റ ഭ്രാന്തനും ദുർമോഹിയും ഒക്കെ ആയിട്ടാണ് പല കമന്റേറ്റേഴ്സും അദ്ദേഹത്തെ പരിചയപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിരിക്കുന്നത്. വലിയൊരു അവസരം ദൈവം അദ്ദേഹത്തിന് കൊടുത്തുവെങ്കിലും ആ അവസരത്തെ വൃഥാവാക്കി കളഞ്ഞു അനന്യാസ് എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. റോമൻ സാമ്രാജ്യത്തിന് വലിയ താല്പര്യമുള്ള ഒരു വ്യക്തിയൊന്നുമായിരുന്നില്ല അനന്യാസ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് യഹൂദന്മാരുടെ ഇടയിൽ ഒരു ലഹള നടക്കുവാൻ തക്കവണ്ണം ഇടവരികയും ആ ലഹളയിൽ യഹൂദന്മാർ തന്നെ ദുഷ്ടനായ ഈ മഹാപുരോഹിതൻ അന്യാസിനെ കൊല്ലുവാൻ തക്കവണ്ണം ഇടയാവുകയും ചെയ്തു എന്ന് നമ്മെ ചരിത്രം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ വലിയൊരു അവസരം ദൈവം അദ്ദേഹത്തിന് കൊടുത്തുവെങ്കിലും
ആ അവസരത്തെ അനന്യാസ് ഉപയോഗിച്ചില്ല. അദ്ദേഹം ആ അവസരത്തെ പാഴാക്കി കളഞ്ഞു എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോ ദിവസവും ദൈവം നൽകുന്ന അവസരങ്ങൾ എന്തുമാത്രമാണ്. ആ അവസരങ്ങളെ അനന്യാസിനെ പോലെ നാം പാഴാക്കുകയാണോ, അതോ ആ അവസരങ്ങളെ ദൈവത്തിന്റെ സന്നിധി മുൻപാകെ ഉപയോഗിക്കുകയാണോ? പൗലോസിനെ പോലെ ശൗലായിരുന്ന ഒരു മനുഷ്യൻ പൗലോസായി മാറിയതിലൂടെ ദൈവം കൊടുത്ത വലിയ അവസരത്തെ അവൻ തക്കത്തിൽ ഉപയോഗിച്ചു എന്ന് നമ്മെ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സന്ദേശവാഹകന്മാരെ കേൾപ്പാൻ അനന്യാസ് മനസ്സ് വെച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പൗലോസിനെ കേൾപ്പാൻ അനന്യാസ് മനസ്സ് വെച്ചിരുന്നുവെങ്കിൽ അവന് മടങ്ങി വന്ന് ദൈവരാജ്യത്തിന്റെ അവകാശിയായി തീരുവാൻ തക്കവണ്ണം സാധിക്കുമായിരുന്നു. But he neglected. He was unwilling. He was not willing to obey, listen to the prophets of the Lord. Therefore, he missed the opportunity to be in God's kingdom as a child of God. ആ വലിയൊരു അവസരമാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പ്രവാചകന്മാരെ നിരസിക്കുക എന്നത് നാം ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പാതകമാണ്. പൗലോസിനെ നിരസിച്ചതിലൂടെ തന്റെ നിത്യജീവനെയാണ് അനന്യാസ് നഷ്ടപ്പെടുത്തി കളഞ്ഞത്. നമുക്കിന്ന് ധാരാളം അവസരങ്ങളെ ദൈവം നൽകുകയാണ്. നിസ്സാര കാരണങ്ങൾക്കായി, ഈ ലോകത്തിലെ അല്പകാലത്തേക്കായി മാത്രമുള്ള നേട്ടങ്ങൾക്കായി ദൈവം നമുക്ക് നൽകുന്ന ഈ നിത്യമായ അവസരങ്ങളെ നാം പാഴാക്കുകയാണോ? നമുക്ക് ചിന്തിക്കാം. ശരിയായി തീരുമാനമെടുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ പ്രാപ്തരാക്കി തീർക്കട്ടെ. ആമേൻ. എല്ലാ നന്മകളും ഈ വിശുദ്ധ ദിവസത്തിൽ ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും നേരുകയാണ്. ഇന്ന് 3 പ്രിയപ്പെട്ടവരുടെ ജന്മദിവസമാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പാസ്റ്റർ CK ജോണി, അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നിഖിൽ ബിനു, തോമ്പിക്കണ്ടം സഭയിൽ നിന്നും നിഖിൽ ബിനു, പുഷ്പഗിരി സഭയിൽ നിന്നും ടെറിൻ സുനിമൻ, ഈ പ്രിയപ്പെട്ട 3 പേർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നന്മകളും കർത്താവ് നൽകട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഈ വിശുദ്ധ ദിവസത്തിന്റെ പകൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ, അവിടുന്ന് നൽകിയിരിക്കുന്ന അവസരങ്ങളെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയ വിളിയെക്കുറിച്ചും ഒക്കെ ധ്യാനിപ്പാൻ സഹായിച്ചതിന് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് നഷ്ടപ്പെടുത്തി കളഞ്ഞ അനേകരെ ഞങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കുന്നുണ്ട് പിതാവേ. ഞങ്ങൾ ആ അവസരങ്ങളെ പാഴാക്കുന്നവരായിട്ടല്ല, അവയെ ഉപയോഗിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം സഹായിക്കണം. ജന്മദിനം ഓർക്കുന്ന അവിടുത്തെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ 3 പേരെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കണമേ. സ്വർഗീയ നന്മകൾ അവരുടെ ജീവിതങ്ങളെ കർത്താവ് നിറയ്ക്കണമേ. എല്ലാവിധമായ നന്മകൾക്കായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുമാറാകണമേ. ആമേൻ. ഈ വിശുദ്ധ ദിവസം എല്ലാവിധമായ സ്വർഗീയ നന്മകളും ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും നിറവും ഇന്ന് പകൽക്കാലം നമ്മോട് കൂടെ നമ്മുടെ ശുശ്രൂഷയുടെ മധ്യത്തിൽ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.